വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു മേക്കപ്പ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ മേക്കപ്പ് ബോക്സ് ഇതാ. എൻ്റെ മാത്രമല്ല, ഞാൻ, ആൻറ്റി, അമ്മ, ചെറിയമ്മ എല്ലാവരും യൂസ് ചെയ്യും. അപ്പം ഇന്ന് ഞാനൊരു നല്ലൊരു മേക്കപ്പ് വീഡിയോ ചെയ്യാൻ പോകും. ഞാൻ തുറക്കാം. ഞാൻ ജസ്റ്റ് മുഖത്തൊന്നും ഞാൻ ഇട്ടിട്ടില്ല, ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇരിക്കുന്ന സമയത്ത് കുറേ നന്നായി 2.5 വർഷം കൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് ബോറടിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം നമ്മൾ ഈ NYBയുടെ പ്രോ സ്ട്രോക്ക് ക്രീമാണ് ഇടാൻ പോകുന്നത്. ഇത്ര യെല്ലോ ആണ്, എനിക്ക് പിങ്ക് ഇഷ്ടം. പിങ്ക് ജസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുറത്ത് പോകാൻ നിൽക്കുന്നു. അത് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഷെയ്ഡാണ് ഇതിൽ കിട്ടുന്നത്. നല്ല കറക്റ്റ് നല്ലൊരു ഷെയ്ഡാണ്. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ 3 വയസ്സാകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടത്. അപ്പോഴാണ് എനിക്ക് ഇതിനെപ്പറ്റി ഒരു അറിവുമില്ല. അപ്പോഴാണ് എനിക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവുന്നത്. നല്ലൊരു ഗോൾഡൻ ഫിനിഷ് ഇത് തരുന്നുണ്ട്. ക്യാമറ ഒന്ന് വെക്കട്ടെ. അപ്പോൾ ജസ്റ്റ് നല്ലൊരു ഗ്ലോ ഫിനിഷാണ് തരുന്നത്. നമ്മൾ മാർസിൻ്റെ ഈ ഒരു ഫൗണ്ടേഷനാണ്. എനിക്ക് യൂട്യൂബ് പ്ലേ ബട്ടണൊന്നും കിട്ടാൻ യോഗമൊന്നുമില്ല. അപ്പൊ നമുക്ക് അവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എല്ലാരും ലൈബ്രറിയിൽ പോയി ഇരുന്നിട്ട് പഠിച്ചു. ലൈബ്രറിയിൽ ഇരുന്നു കുറച്ചപ്പോ ഞാനൊരു 1:45 ആയപ്പോ ഞാൻ സാധനങ്ങൾ എടുത്തിട്ട് ഞാൻ വീട്ടിൽ പോന്നു. നല്ലൊരു മാറ്റ് ഫിനിഷ് ഇത് തരുന്നുണ്ട്. ഞാൻ ക്യാമറ നോക്കും, കണ്ണാടി നോക്കും, ക്യാമറ നോക്കും, കണ്ണാടി. ഫൗണ്ടേഷൻ കഴിഞ്ഞു, ഫൗണ്ടേഷൻ കഴിഞ്ഞു.
ഇത് നമ്മൾ ഒരു കൺസീലറാണ് ഇടാൻ പോകുന്നത്. ജസ്റ്റ് ഇടുന്നുണ്ട്. ഇവളും കുട്ടികളും ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ലൈബ്രറി പോയത്. അതില് ഭയങ്കര സാധനങ്ങളാണ് അവറ്റങ്ങളെല്ലാം എടുക്കും. മേശപ്പുറത്തുള്ള എന്റെ കാറിന്റെ കീ അവറ്റങ്ങളടുത്തൊന്നും നമുക്കറിയില്ലല്ലോ. അവളെന്നെ പറയണ്ടേ അന്ന് 1300 രൂപന്റെ വെറുതെ പോയി. ഓട്ടോറിക്ഷയ്ക്കും കാശ് കൊടുത്തു. ഞാൻ നല്ല കൊറേ ഇതാക്കി. അവര് അഫ്നെന്നും പറയണ്ട്, ഈ പിള്ളേരാന്നും പറയണ്ട്. അവളെന്നെ പറയണ്ടേ ചിലപ്പോ കുട്ടികളെ ഇരിക്കുന്നു. എല്ലാം എടുത്തിട്ടുണ്ട്. എന്റെ ബി.പി ഞാനൊരു ബി.പി പരസ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാരും എന്തൊക്കെയോ ഇങ്ങനെ ഒരാൾ പോകുമ്പോ അയാൾ കണ്ണാടി നോക്കുമ്പോ അങ്ങനെയില്ല. നിന്നെ പറ്റിയിട്ട് എന്റെ അടുത്ത് വിളിച്ചത് അങ്ങനെ അടിച്ചത് ഈ സാധനം. അതാ നല്ലത്. ഇത് കൺസീൽ കറക്റ്റ് കോണ്ടൂർ. കൺസീൽ കറക്റ്റ് കോണ്ടൂർ ഇൻസൈറ്റിൻ്റെ സാധനമാണ്. പ്രോ കൺസീലർ പാലറ്റാണിത്. ഇത്രയും കളേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു കളർ എടുക്കാം. എൻ്റെ സ്കിൻ ടോൺ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കളർ എടുക്കാം. അല്ല അതെന്താ വെച്ചാൽ അവിടെ ഒരു ടോക്കായി ഉണ്ട്. കാരണം സുജയ് സാറ് പറയുന്നുണ്ട്, എല്ലാരോടും പറയും. സുജയ് സാർ എന്നോടൊക്കെ പറഞ്ഞു. സുജയ് സാർ എന്നോട് കുറെ പറഞ്ഞു ഷാമിക്ക് എന്താ പറ്റിയേ, എന്താ ഇങ്ങനെ പെരുമാറുന്നത്. അത് മാത്രമല്ല ഷാമിക്ക് എന്താ ഇതൊന്നായിട്ട് വന്നില്ലേ. അല്ല അയ്യൂബേസ് സാർ അങ്ങനെ ഫുള്ളാവേണ്ട ഭാഗമൊന്നും പറയാൻ പറ്റില്ല. അയാള് കേൾക്കാനുള്ളത് കേൾക്കും, പക്ഷെ അയാള് പറയാനുള്ളത് അയാള് പറയും ചെയ്യും. അല്ലാണ്ട് എന്നിട്ട് നമ്മൾ ജസ്റ്റ് അയ്യൻ്റെ അടിയിൽ നിന്ന് നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഒന്ന് കഴിഞ്ഞ് ഉറപ്പാണ് പൊട്ടിയിട്ടുണ്ട്. ഉറപ്പാണ്, ആൾക്കാർക്ക് എന്തെങ്കിലും തോന്നും പൊട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഇത് പിന്നെ മുടി കാറിയാണോണ്ട് കുഴപ്പമില്ല. കവർ ചെയ്താലും സോറി കൂടിപ്പോയാലും കുഴപ്പമില്ല. മുടി കവർ ചെയ്യണ്ടല്ലോ. അഞ്ജലിന്റെ മെസ്സേജ് ചെയ്താണ്. ശ്രുതി അവിടെ വന്ന് അന്വേഷിച്ചത്രേ ഷാമിനോട് ക്യാമ്പിൽ പോകാൻ വേണ്ടി പോയില്ല അല്ലേ, എന്താ ഷാമി പോവാഞ്ഞത്. അടുത്തത് കോമ്പാക്റ്റ് ഉണ്ടോന്ന് അറിയില്ല. കോമ്പാക്റ്റ് ഇല്ല. നമുക്ക് മാഷിൻ്റെ കുറേ മാഷിൻ്റെ ഇതിട്ട് കൊടുക്കാം. കാജലെനിക്ക് നോക്കാണ്ട് ഇടാനേ അറിയില്ല. കണ്ടോ അവിടെ ഇങ്ങനെ കറക്റ്റ് കാണണ്ട് ഞാൻ ഇട്ടത്. ഇത്രയും കാലമായിട്ട് ഞാൻ ഫോണിലാണ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കണത്. എനിക്കൊരൊറ്റ ക്യാമറ ഇല്ല. എല്ലാവരും ക്യാമറയിലാണ് വീഡിയോ എടുക്കുന്നത്. അത്രയും ക്യാമറ ഇല്ല.
സാറെന്താന്നറിയോ, ഇവിടെ ശനിയാഴ്ചകളിലൊക്കെ ഇവിടെ കുട്ടീനെ നോക്കാൻ നിൽക്കണോണ്ടായിരിക്കും സാറ് അല്ല അതായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. എന്താ വാക്സിനേഷൻ എന്താ അല്ല പക്ഷെ അല്ല ഇതെന്താന്നറിയോ, പക്ഷെ ഇത് ഭയങ്കര കഷ്ടല്ലേ. കാരണം എന്താ വെച്ചാൽ എല്ലാ ശനിയാഴ്ചയും കുട്ടികൾ വരിക, പിന്നെ നമുക്ക് അവിടെ നിന്ന് പഠിക്കല്ലേ. ലിപ്പിലോട്ട് ഞാൻ ഇത്രയും കഴിഞ്ഞു. ഇതാണ് കേട്ടോ ഗൈസ്, ഞാൻ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ട് എൻ്റെ റൂം കാണിച്ചു തരാം. മേക്കപ്പ് ചെയ്തിട്ട് ഞാൻ റൂം കാണിച്ചു തരാം കേട്ടോ. അപ്പം കണ്ടിച്ചു. നമ്മൾ ലിപ്സ്റ്റിക്, എനിക്കൊരു കാര്യം അറിയാണ്ട്, ഇത് രണ്ടും ഒരേ കളറാണ്. എനിക്കിതുവരെ പിടിച്ചിട്ടില്ല. ജസ്റ്റ് അത് നോക്കട്ടെ, കട്ടിയായോ? ആ ഇല്ല. നമുക്ക് ഇത് ലിപ്സ്റ്റിക് ഉണ്ട്, ലിപ് ഗ്ലോസ് ഉണ്ട്, ലിപ് ബാമും ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം ലിപ് ബാം. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല മേക്കപ്പ്. സിമ്പിൾ മേക്കപ്പാണ്, നല്ല കാറ് കിട്ടുന്ന ലിപ് ബാമാണ്. ബൾബ് ഞാൻ എടുത്ത് ബൾബ് ഇല്ല, ഞാന് ക്ലൗഡായി മറ്റേ ഇയർബിസിന്റെ PPT ഉണ്ടാക്കാം. അപ്പൊ ഞാന് എന്നിട്ട് പിന്നെ ഒരു റഫായിട്ടൊരു PPT ഉണ്ടാക്കിയിട്ട് ബിന്ദു മാഡത്തിന് കാണിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക്, കുഞ്ഞ് ലിപ്സ്റ്റിക് കേട്ടോ, വലിയതുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു കുഞ്ഞ് തീർത്തിട്ട് വലിയത് തീർക്കാം. ഈ ഒരു കുഞ്ഞ് ലിപ്സ്റ്റിക് ഞാൻ കുറേ നാളെ എൻവൈബിൾ ലിപ്സ്റ്റിക്ക് മേടിക്കണം എന്നൊക്കെയാണ്. സോറി, ലിപ്സ്റ്റിക് അല്ല, ബ്രോ സ്ട്രോക്ക് ക്രീം. ഈ വീഡിയോയിൽ കണ്ട പോലെയല്ല, നല്ല ഡാർക്കാണ് സാധനം. ബ്ലഷ് ആയിട്ടിടാം. നമ്മൾ ഈ ലിപ്സ്റ്റിക്ക് ജസ്റ്റ് നമ്മൾ കയ്യിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബ്രോ സ്ട്രോക്ക് ക്രീം, സ്ട്രോക്ക് ക്രീം കൊടുത്തിട്ടുണ്ട്. അവരോട് ആർട്ടിക്കിൾ സെലക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറയാം. അപ്പൊ അവര് സിമ്പിൾ ആയിട്ട് ഒരു ആർട്ടിക്കിൾ എടുക്കും. എന്നിട്ട് അവര് വലിയ പാടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തെടുക്കാണ്. അത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. അല്ല ഇതല്ല, റെഡിന് ഈ ഒരു ഷെയ്ഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മിക്സ് ചെയ്ത് ഏതാണോ കിട്ടിയിട്ടുണ്ട്.
പൂമായി ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അല്ല ആരും അല്ല സാരിയോ നല്ല ഹൈലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അവിടെ ആഹാരം എങ്ങനെയാണല്ലോ നമുക്ക് പക്ഷെ ആകെയൊരു പ്രശ്നമില്ല, ഈ സൈഡത്തെ പോലെ ഈ സൈഡ് കിട്ടില്ല. എല്ലാവർക്കും ഇയാളുടെ അതൊക്കെ അറിയാം. ഭയങ്കര കഷ്ടപ്പാടില്ലേ. ആരെ നമ്മുടെ മേക്കപ്പ് അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിന് അവരിവരൊക്കെ ഇതിപ്പോ അതിന്റെ ആവശ്യമില്ല. എച്ചോടിനെ മാത്രം പ്ലീസ് ചെയ്താൽ പോലെ. എന്നാ വേഗമാണ്. ഓരോരുത്തർക്കും ഓരോ പട്ട് സ്വഭാവങ്ങളാണ്. മേക്കപ്പ് ചെയ്ത് ഭംഗിയുണ്ട്. കോമാളിക്കുന്നില്ലേ? അല്ല പണ്ട് ഇത് ആൻറ്റിയാണ്. ഹായ് പറഞ്ഞേ. ഹായ് ഹായ് പറഞ്ഞേ. ഹായ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ നിങ്ങൾ അമർത്തുക. ബൈ ബൈ. ബൈ ബൈ.